2024 നീറ്റ് എക്സാമിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ വില്ലേജ് സ്റ്റഡി സെൻറ്ററിലെ ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്ന നന്ദയും അതുപോലെ തന്നെ അമ്മയും അതുപോലെ തന്നെ 2 ട്വിൻ സിസ്റ്റേഴ്സും ഒക്കെ നമ്മുടെ ക്യാമ്പസ് കാണാനും ക്യാമ്പസിലോട്ട് ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ക്യാമ്പസ് കാണാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസും ബാക്കി ഫ്യൂച്ചർ പ്ലാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ചോദിക്കാം. മോളെ ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? നല്ല സന്തോഷമുണ്ട്. റിസൾട്ട് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അഡ്മിഷൻ ബാക്കി കാര്യങ്ങളും പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾ എങ്ങനെയാണ് പഠിക്കുന്ന ഒരു സമയത്ത് ഇത്രയും നല്ലൊരു സ്കോറിലേക്കൊക്കെ എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? തുടക്കത്തിൽ ഇത്രയും പറ്റുമെന്ന് തോന്നിയിരുന്നില്ല, പക്ഷെ ലാസ്റ്റ് കുറച്ച് എക്സാംസ് ആയപ്പോൾ ഏതാണ്ട് ഇത്രയും കിട്ടുമെന്ന് തോന്നിയിരുന്നു. മോഡൽ എക്സാമിലൊക്കെ ഈ ഒരു പെർഫോമൻസ് തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് കയറി വന്നത്. എന്താണ് ഓൺലൈൻ റിപ്പീറ്റേഴ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കാമെന്നുള്ളൊരു തീരുമാനം? അത് വീട്ടിൽ നിന്ന് തന്നെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനായിരുന്നോ കൂടുതൽ താല്പര്യം? അതെ, കാരണം ടൈമും ട്രാവലിങ്ങിൻ്റെ ടൈമും സേവ് ചെയ്യാം, പിന്നെ അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഞാൻ അതോട് കൂടി ചോദിക്കുകയാണ്, ഇപ്പോൾ 2 സഹോദരിമാരുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ മറ്റു തരത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കളിക്കാനൊക്കെ വിളിക്കാനൊക്കെ വരാറില്ലായിരുന്നു? അങ്ങനെയൊന്നും ഇല്ല, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും അല്ലേ? അപ്പോൾ എക്സാം കഴിഞ്ഞ് എന്താണ് പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ ഒരു വർഷത്തെ ഒരു റിലീഫ് ഉണ്ടല്ലോ, ആ ഒരു പ്രയത്നത്തിന്റെ ഒരു ഫലം കണ്ടു. അപ്പോൾ ആദ്യം എന്താണ് അമ്മയെ വിളിച്ച് സംസാരിച്ചോ, വീട്ടിൽ വിളിച്ച് സംസാരിച്ചോ? അല്ല, അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എക്സാം തീരുന്നവരെയും അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എക്സാം പൊതുവേ കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു റിലീഫ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇ ലേണിംഗ് ആപ്പൊക്കെ ഉള്ള. അപ്പോൾ എങ്ങനെയായിരുന്നു മോൾക്ക് അതിൻ്റെയുള്ള ക്ലാസ്സുകളിലൂടെ പരീക്ഷകളൊക്കെ? ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് ഫിസിക്കലി കയ്യിൽ കിട്ടിയിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, സ്റ്റഡി പാക്കേജ്. അപ്പോൾ ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇ ലേണിംഗ് ആപ്പ് ഒരു കടൽ പോലെ കിടക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അതും കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ ചെയ്തിട്ടുണ്ട്, തീർക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറേ ചെയ്തു. പിന്നെ അതേപോലെ ഞാൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിട്ടും എനിക്ക് ലൈബ്രറി ആക്സസ് നിയർ ബൈ തേവരയായിരുന്നു സെൻറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിലും ലൈബ്രറി ആക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നല്ലതായിരുന്നു. ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുമല്ലോ? ക്ലാസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് കയറി ഡൗട്ട് ചോദിക്കാം. അല്ലാതെ തന്നെ പ്രൊഫസേഴ്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടുമായിരുന്നു, വീഡിയോൻ്റെ കൂടെ തന്നെ കിട്ടും. അപ്പോൾ അതും യൂസ് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുത്ത സാറിനോട് തന്നെ നേരിട്ട് ഡൗട്ട് ചോദിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥ നീറ്റ് എക്സാം ശരിക്കും ഓഫ്ലൈൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇനി ഓഫ്ലൈൻ ടെസ്റ്റ് എഴുതി ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയം നമുക്ക് ഈ മോഡൽ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ നമുക്ക് ഓഫ്ലൈൻ ചെന്ന് എഴുതാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് യൂസ് ചെയ്തു. നമുക്ക് തേവരയിൽ പോയി എഴുതായിരുന്നു, അങ്ങനെ പോയി എഴുതി. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മളെ OMR പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൃത്യമായിട്ട്? വീട്ടിലെ നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ OMR എടുത്തിട്ട് OMRൽ മാർക്ക് ചെയ്തിട്ട് തന്നെയായിരുന്നു ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം OMRൽ ചെയ്യുന്നതിൻ്റെ സ്പീഡും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. കാരണം മെയിൻ എക്സാമിന് പോകുമ്പോൾ അതും അതെ. അപ്പോൾ അതുകൊണ്ട് OMRൽ തന്നെയായിരുന്നു വീട്ടിലിരുന്നിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, MBBSലോട്ടുള്ള ഈ ഒരു വഴി അല്ലെങ്കിൽ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് എങ്ങനെയാണ്? ചെറുപ്പം മുതലേ പഠിക്കുന്ന സ്കൂൾ പ്രൈമറി കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നോ, അതോ 10ന് ശേഷം? അല്ല, ചെറുപ്പം മുതൽ ഡോക്ടർ ആവണം എന്നുള്ളൊരു. അതെന്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടോ അതിന്? എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ എപ്പോഴോ ഒരിക്കൽ തൊട്ട് ഇങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അല്ലേ? എന്താണ് മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ഇന്ദു. എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചിങ്ങിലായിരുന്നു. നേരത്തെ അമൃതയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ റിസൈൻ ചെയ്ത മോള് ഓൺലൈൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ മോളുടെ കൂടെ തന്നെ ഒറ്റയ്ക്ക് ഓൺലൈൻ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച കൂടെ അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ കുട്ടികളുടെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ഒന്നുമില്ല. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പം അവളെ പഠിക്കാൻ അനുവദിച്ചിരുന്നു, അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നു, പരിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു മോൾക്ക്? ഞാൻ മോളോട് ചോദിച്ച പോലെ തന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഡോക്ടർ എന്നുള്ളൊരു ആഗ്രഹം അമ്മയുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. ആ പ്രൊഫഷൻ മതി, അത് ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടാണ് കോച്ചിങ്ങിന് വിട്ടതല്ലേ?
ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്? സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പം ഇത്രയും ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നതിൻ്റെ വലിയൊരു ബിഗ്ഗസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആണ്. ഞങ്ങൾ അത്ര ഉറപ്പോടെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അവൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തോടെയാണ് വിട്ടത്. പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ ബെസ്റ്റ് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇപ്പം കോർഡിനേറ്റർ അജയ് സാറ്, ക്ലാസ് ടീച്ചർ കൃഷ്ണ മിസ്, ഇവരൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഗ്രേറ്റ്ഫുള്ളാണ് ഞങ്ങൾ, അത്രമാത്രം താങ്ക്ഫുള്ളാണ്. അവളുടെ ഓരോ സ്റ്റേജിലും അവളുടെ തുടക്കം മുതലുള്ള ഇതിലെല്ലാം ടീച്ചറുടെയും സാറിൻ്റെയും ആ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് വരെയും നമ്മൾ പറയുന്ന ആ മോട്ടിവേഷൻ അല്ല അവർക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയും അവരൊക്കെ ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഹീറോസ് ആണ്, ഇവരൊക്കെ അത്രയും നല്ല ഇതായിരുന്നു. അതെ, അപ്പോൾ ഈ ഒരു ജേണിയിൽ കുട്ടികൾക്ക് ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോകാം, ഒന്ന് ഡൗൺ ആയി പോകാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ മോളിങ്ങനെ പറയോ? പറയാറുണ്ടായിരുന്നു. തുടക്കം മുതലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പക്ഷേ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങി വരുമ്പോൾ കുറച്ച് ടഫായിരുന്നു, എക്സാം കുറച്ച് ടഫായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് മാർക്ക് താഴെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ടീച്ചറെയും സാറിനെയും അജയ് സാറിനെയും കൃഷ്ണമിസിനെയും ഒക്കെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പം അവർ പറഞ്ഞു കൊടുക്കുമ്പം ആ ഒരു ഇതിൽ നിന്ന് കയറി വരാൻ പറ്റുമായിരുന്നു. അവരുടെ ആ മോട്ടിവേഷൻ കൊണ്ട് അത്രയും ഡൗൺ ആയിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് വീണ്ടും അടുത്ത എക്സാമിന് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക്. അപ്പോൾ നന്ദയുടെ അമ്മ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ കോർഡിനേറ്റർ ആയിട്ടുള്ള അജയ് സാറിൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, മോളുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് ചോദിക്കാം. നമുക്ക് ആദ്യം അജയ് സാറിനോട് ചോദിക്കാം. സാറിന് എന്താണ്? നന്ദ നമ്മുടെ ആദ്യത്തെ ബാച്ചുകളിൽ തന്നെയുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. നമുക്ക് ജൂൺ തുടക്കത്തിലുള്ള ബാച്ച്, അത് ആദ്യത്തെ ഒരു 17 ബാച്ച് നമ്മൾ ജൂൺ 1 തന്നെ സ്റ്റാർട്ട് ചെയ്ത് ആ ബാച്ചിനകത്ത് തന്നെയുള്ള ആളായിരുന്നു. T07 ആയിരുന്നു നന്ദയുടെ ബാച്ച്, കൃഷ്ണമിസിൻ്റെ ബാച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ എക്സാമിനേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ മൊത്തം സ്റ്റുഡൻസിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇൻവോൾവ്മെൻ്റ് എന്നുള്ളതൊന്നും ആദ്യത്തെ എക്സാംസിലൂടെ ഒന്നും അത്ര അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മുമ്പോട്ടേക്ക് ഇനിയിപ്പോൾ നന്ദയാളിലും പറഞ്ഞ അവർക്ക് മോഡൽ എക്സാമിനേഷൻസ്, അതായത് നമുക്കൊരു ഓഗസ്റ്റ് തൊട്ടൊക്കെ മന്ത്ലി മോഡൽ എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിവസം ആഴ്ച പഠിച്ചു പോകുന്ന ടോപ്പിക്കുകളല്ലാതെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ടോപ്പിക്സ് ഉള്ള ആ എക്സാമിനേഷൻസിനൊക്കെ കുറച്ചും കൂടി ഒരു ആ കോഴ്സിനോട് കുറച്ചും കൂടി ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളുകൾക്കാണ് ആ എക്സാമിനേഷൻസിൽ കുറച്ചും കൂടെ പെർഫോം ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പോൾ ആ എക്സാമിനേഷൻസ് തൊട്ട് തന്നെ ഇപ്പം നന്ദ എക്സാമിൻ്റെ കാണിക്കുന്ന കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് എൻ്റെയും മിസ്സിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു വിഷൻ ഉള്ള ആളാണ്. ഇതുപോലെ ഞാൻ നന്ദയോട് ആ സമയത്ത് നേരിട്ട് സംസാരിച്ചിട്ടില്ല, പക്ഷേ മിസ്സിനോട് സംസാരിക്കുമ്പം അറിയായിരുന്നു. ഇതുപോലെ ബാച്ചിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും പൊതുവേ മിസ് നന്ദയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്നപോലെ മെഡിസിൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഓൺലൈൻ ബാച്ച് നമുക്ക് അങ്ങനത്തെ പലതരം ആളുകളെ പരിചയപ്പെടാം. ചിലരിവിടെ വന്ന് ചേർന്നതിന് ശേഷമാണ് എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ചിലർ വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷനോട് കൂടി എനിക്കിത് തന്നെ മതി എന്നുള്ള രീതിയിൽ ഓൺലൈൻ ജോയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ക്ലിയർ വിഷനോട് കൂടി ജോയിൻ ചെയ്ത ആളായിരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു അതിനുള്ള വർക്കും ചെയ്യുന്നുള്ളപ്പം എന്താണെങ്കിലും ഞാൻ നന്ദിയോടും വിളിക്കുമ്പോൾ പറഞ്ഞു നമ്മൾ എന്താണെങ്കിലും ബർത്ത്ഡേക്ക് കാണും. അപ്പോൾ ആ ഡൗട്ട് എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരാളാണ് നന്ദ. അപ്പോൾ അത് കറക്റ്റായിട്ട് അയാൾ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം മോഡൽ എക്സാമിനേഷൻ, ഇപ്പം മദനാളിലും പറഞ്ഞു മോഡൽ എക്സാമിൻ്റെ സമയത്ത് മാർക്ക് വേരിയേഷൻ വരിക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അത് ആ മാർക്ക് വേരിയേഷൻ വന്നപ്പോഴും നന്ദി അത് ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ വിളിച്ച് പറയുമായിരുന്നു അത് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ നന്ദി അത് എടുക്കുമായിരുന്നു, ഓക്കെ അത് ശരിയാണ്, അപ്പോൾ മാർക്ക് കയറി വരും. ആ ഒരു വിശ്വാസം ശരിക്കും ഞങ്ങളാ ഡെലിവറി ചെയ്യുന്ന ആ ഒരു മോളുടെ ഒരു കോപ്പറേഷനും ഉറപ്പായിട്ടും അതിനെ റൈറ്റ് സെൻസിൽ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് നന്ദയുടെ വിജയം. പലരും ആ ഒരു മാർക്ക് വേരിയേഷനൊക്കെ വരുമ്പോൾ അങ്ങ് ഡൗൺ ആയി പോകും, പിന്നെ തിരിച്ചു കയറി വരില്ല. പക്ഷേ നന്ദ അത് വീണ്ടും കഷ്ടപ്പെടാൻ തയ്യാറാണ്. നമ്മൾക്ക് ആ ഒരു മാർക്ക് കുറയുമ്പോഴും കൂടുമ്പോഴും ഒരേപോലെ കഷ്ടപ്പെടാൻ വരുന്ന ആ ഒരു മെൻറ്റാലിറ്റിക്ക് കിട്ടിയ വിജയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദനെ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. ആ മാർക്ക് കുറഞ്ഞു പോയപ്പോൾ തീരെ ഡൗൺ ആയി പോകാതെ അതിൽ നിന്നും മാർക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ 600 above ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നന്ദയുടെ ഒരു റേഞ്ചിനൊപ്പമുള്ള മാർക്ക് അല്ലാതെ വേരിയേഷൻസ് എപ്പോഴും വരാറുണ്ട്. അത് സ്വാഭാവികവുമാണ്. അപ്പോൾ ഓഫ്ലൈൻ കാരണം പിന്നെ ഇവർക്ക് ഓഫ്ലൈൻകാർ അവർ ഇപ്പം റൂമിലേക്ക് ഇപ്പോൾ എക്സാം കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പം അവർ തന്നെ കൂടെയുള്ളവർക്കും ടഫായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓൺലൈൻകാർ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്കത് അറിയില്ല. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിൻ്റെ റൈറ്റ്, ഓക്കെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള അതെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാക്ടറുകളും കൂടെ. അതുപോലെ ശരിക്കും എക്സാമിനേഷൻ സെൻറ്റർ കിട്ടിയത് വരെ നന്ദയ്ക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നന്ദ +2 പഠിച്ച സ്കൂളിൽ തന്നെയാണ് നന്ദയ്ക്ക് എക്സാമിനേഷൻ്റെ ഹാള് കിട്ടിയത്. റെസിഡൻഷ്യൽ സെൻറ്റർ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൊത്തത്തിലെല്ലാം നമുക്കൊരു ചുറ്റും അല്ലേ പ്ലസ് ഫാക്ടറുകൾ തന്നെയായിരുന്നു. അതെ അതെ.
അതിൻ്റെ കൂടെ അയാളുടെ പഠനവും ആ ഒരു കോൺഫിഡൻസും ആ എക്സാം ഹാളിലുള്ള പെർഫോമൻസും എല്ലാം ഓക്കെ ആയി വന്നു ആ ഒരു വിജയം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു എക്സാമിൽ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തത് ക്ലാസ് ടീച്ചറായിട്ടുള്ള കൃഷ്ണ മിസ്സിനോട് ചോദിക്കാം. അപ്പോൾ നന്ദയുടെ ഈ വിജയ വഴിയിൽ എല്ലാ കാലത്തും കൂടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ് ടീച്ചറായിരുന്നു നമ്മുടെ കൃഷ്ണ മിസ്സ്. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു മിസ്സേ? നന്ദയെക്കുറിച്ച് ഇടയ്ക്ക് നിങ്ങളിങ്ങനെ നോട്ട് ചെയ്യാറുണ്ടായിരുന്നല്ലോ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? എന്താ തോന്നുന്നത്? നന്ദ നല്ല മിടുക്കി കുട്ടിയാണ്. കാരണം അവൾ ആദ്യമേ തൊട്ട് തന്നെ പരിശ്രമിക്കാൻ തുടങ്ങി. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. ഇടയ്ക്ക് ഇട്ട് അങ്ങനെയൊന്നും ശ്രമിക്കാറില്ല. അവൾ നല്ലോണം ആദ്യമേ തൊട്ടേ ഒരേ ലെവലിൽ പരിശ്രമിച്ചു. അതിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു റിസൾട്ട്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. നല്ല മിടുക്കി കുട്ടി, അത് നമുക്ക് പറയാനായിട്ട് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിരന്തരം കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നന്ദയെക്കുറിച്ച് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കും. ഞാൻ പറയുന്നതാണെങ്കിലും അജയ് സാറ് പറയുന്നതാണെങ്കിലും നമ്മുടെ ഡയറക്ടർ ജോർജ് സാർ പറയുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു മീറ്റിംഗ് പോലും അവർ കാണാതിരിക്കുകയല്ല, എല്ലാ മീറ്റിങ്ങിലും ജോയിൻ ചെയ്യുകയും അതുപോലെ ഒരു എക്സാം പോലും എഴുതാതിരിക്കുകയല്ല, എല്ലാ എക്സാമും എഴുതും. പിന്നെ തെറ്റുകൾ അന്നന്ന് തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നമുക്ക് തന്നെ അറിയാം നേരപ്പം നല്ലോണം മാർക്ക് സ്കോർ ചെയ്യും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോഴേ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേ എത്ര കിട്ടും മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു മിസ്സേ 700 കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. മാർക്ക് വരുമ്പോൾ നല്ല സ്കോർ കിട്ടുമെന്ന് വിശ്വസിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ എക്സാമിനേഷൻസ് കിട്ടിയ സമയത്ത് നമുക്കറിയാം ഓൺലൈനിൽ ഇവരോട് മീറ്റിങ്ങിലൊക്കെയാണല്ലോ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഓൺലൈൻ നമ്മൾ കോഴ്സ് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഓൺലൈനും ഓഫ്ലൈനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. അതിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്താണ് നമ്മുടെ നീറ്റ് എക്സാം ഓഫ്ലൈനാണ്, ഒറിജിനൽ എക്സാമിനേഷൻ ഓഫ്ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവർക്ക് OMR ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പം നന്ദ പറഞ്ഞു അത് ചെയ്ത് നോക്കാറുണ്ട്, ഞങ്ങൾക്കും അറിയാം നന്ദ ചെയ്യാറുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് അവർ മോഡൽ എക്സാമിനേഷൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എനിക്ക് 32 to 36 സെൻറ്ററുകൾ വരെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിൽ നന്ദയ്ക്കും സെൻറ്റർ ഉണ്ടായിരുന്നു. അതിൽ മിക്കവാറും എനിക്കൊന്ന് മോഡൽ എക്സാമിനേഷൻസ് എല്ലാം തന്നെ ഓഫ്ലൈൻ എഴുതിയ ആളുകളിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആ ഒരു റൈറ്റ് സെൻസിൽ അത് പേരൻസ് ആണെങ്കിലും നമ്മളത് പറയുമ്പം പലപ്പോഴും നമ്മൾ വളരെ സെൻറ്ററിന് വളരെ അടുത്തുള്ള സ്റ്റുഡൻസിനോട് ഓൺലൈൻകാരോട് നമ്മളിങ്ങനെ വന്ന് എഴുതണം എന്ന് പറയുമ്പോൾ അവർ സമയനഷ്ടമാണ്, കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് അത് പറയുമ്പോൾ പൊതുവെ പേരൻസും ഒന്നിരാടെന്ന് എഴുതിക്കാം ആ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. ഇത് അങ്ങനെ അല്ലാതെ കറക്റ്റ് സെൻസിൽ പേരൻസ് ആണെങ്കിലും എടുത്തു അത് കൊണ്ടുവന്ന് എഴുതിക്കുക. അപ്പോൾ മദർ തന്നെ പറഞ്ഞു ആ ഒരു പ്രോസസ്സിൽ ത്രൂ ഔട്ട് മദർ നന്ദയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ അതൊരു ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ അതിനകത്തൊരു പ്ലസ് ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നന്ദ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിരുന്നു അല്ലേ നന്ദ? മാക്സിമം ലൈവ് ക്ലാസ്സുകൾ ഈ കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഈ പെൻഡിങ് പ്രശ്നം തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതൊക്കെ ഒരു തവണ ഒരു പക്ഷേ പോസിറ്റീവായി വന്നിട്ടുണ്ടാവും. അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ടെന്നുള്ളത് കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് സംസാരിച്ച് പരിചയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സിൻ്റെതായ രീതിക്ക് അതെല്ലാം കൃത്യമായി ചെയ്തതിൻ്റെ ആ പേരൻസും സപ്പോർട്ട് ചെയ്തു. അത് അല്ലേ എല്ലാ കറക്റ്റ് ആ സിംഗിൾ വന്നു എല്ലാം. അതായത് ഇപ്പോൾ ഒരു ഓൺലൈൻ പഠിത്തം എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും രണ്ട് ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം അത് കൃത്യമായി മുമ്പോട്ട് പോയെങ്കിലായിരിക്കും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നന്ദമോളും ഫാമിലിയും. ഓൺലൈനായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ക്യാമ്പസൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? നല്ലതായിട്ടുള്ള ഒരു ക്യാമ്പസാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഇവിടുത്തെ ലൈബ്രറി ആണെങ്കിലും എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. ബിൽഡിങ്സും എല്ലാം നന്നായിട്ടുണ്ട്. യെസ്. അപ്പോൾ നല്ലൊരു സ്കോർ നമുക്ക് കിട്ടും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനി ജൂൺ 14 റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രീം ക്യാമ്പസ് ആയിട്ട് മോളുടെ മനസ്സിലുണ്ടാവുമല്ലോ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് മോൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ജൂൺ 14 റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും വിക്ടറി ഡേയിൽ മീറ്റ് ചെയ്യാം. ഓക്കെ മോളെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.